നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. വേഗം നിഫ്റ്റി അനാലിസിസ് അടക്കാം. നിഫ്റ്റി ഇന്നലെ ഞാനൊരു ഷെയർ ചെയ്ത ലെവൽ ആയിരുന്നു നമ്മുടെ 24,930 ഓർ 25. ഓക്കെ, ആ ഒരു ഏരിയ നിഫ്റ്റി അത് ബ്രേക്ക് ചെയ്തു. അതിൻ്റെ ബില്ലോ ആണ്. ബട്ട് സ്റ്റിൽ ഏതാണ് ഇപ്പോൾ 333 കറക്ഷൻ ഓൺ ഗോയിങ് ആണ്. ഇത് കണ്ടോ, 333 കറക്ഷൻ തന്നെ പറയാവുള്ളൂ. ഇത് ഓൾ ഓക്കെ. സോ ആ ഒരു കറക്ഷൻ സ്റ്റിൽ ഓണാണ്. ബട്ട് യെസ്, പ്രൈസ് ഇപ്പോൾ ഇനി വീക്ക്നെസ് ആയിരിക്കും പ്രൈസിൽ. അതാണ് നമുക്ക് മെയിൻ മേജർ പറയാനുള്ളത്. ഇനി ലെഗ് ഐ തിങ്ക് സോ, ഇനി കൺഫർമേഷൻ ഇല്ല, ബട്ട് ഐ തിങ്ക് സോ ഇനി ഇവിടെ നിന്ന് 1, 2, 3 and 4 ഈ ഫുൾ 1 hour 1 day ചാർട്ടിൻ്റെ 4th ഫോളാണ് എനിക്ക്. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ഫീലിംഗ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൽ. കാരണം വെച്ചാൽ നമുക്ക് എക്സാക്ട്ലി ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ആ ലെഗ് അതിൻ്റെ കൺഫർമേഷൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, സോ നമ്മുടെ ഇപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. സോ ഓവറോൾ ലെഗിൻ്റെ 50%, അതാണ് ഇന്ന് വന്ന എക്സാക്ട്ലി ആ സ്പോട്ടാണ്. സോ 890. ഓക്കെ, 890 ഇന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ബിലോ ഇനി പ്രൈസ് ഇതിൻ്റെ ബിലോ പോവുകയാണെങ്കിൽ മാക്സിമം 760 വരെ വരാവുള്ളൂ. ഓക്കെ, മാക്സിമം ഏരിയ ആണ് 760 വരെ. 333 കറക്ഷൻ അത്രയ്ക്ക് വരാറുണ്ട്, ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, ആൻഡ് 333 കറക്ഷൻ്റെ ആ ഒരു ചാനലിലാണ് സ്ട്രക്ചർ ഇപ്പോൾ ഉള്ളത്. വീക്ക്നെസ് എപ്പോൾ വരും? ഇൻ കേസ് 760 പോയാൽ പിന്നെ മൊത്തത്തിൽ സ്ട്രക്ചർ വീക്ക്നെസ് വരും. അങ്ങനെയാണ് 333 കറക്ഷൻ്റെ റൂൾ. അല്ലെങ്കിൽ ഇത് പ്രോപ്പർലി എക്സാക്ട്ലി 333 കറക്ഷൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുന്നു. അതിൻ്റെ ഒരു ചാനലാണ് ഇപ്പോൾ സ്ട്രക്ചർ. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ്. ഓക്കെ, ആൻഡ് ക്ലോസിങ് എക്സാക്ട്ലി അവിടെ തന്നെയാണ് ആയിട്ടുണ്ട്, 50% അവിടെ. ഓക്കെ, സോ ഇവിടെ നിന്ന് ബൗൺസ് വരണം. ബൗൺസ് റിജക്ഷൻ എടുത്തിട്ട് തിരിച്ച് താഴേക്ക് വരികയാണെങ്കിൽ 61.80% വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, ഡയറക്റ്റ്ലി ഇവിടുന്ന് ബൗൺസ് വരണം. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇവിടുന്ന് ബൗൺസ് വരികയാണെങ്കിൽ ഡയറക്റ്റ്ലി ബൗൺസ് ഡയറക്റ്റ്ലി ബ്രേക്ക് ഔട്ട് വരണം. ഓർ ഇവിടെ നിന്ന് റിജക്ഷൻ എടുക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് 61.80% വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് അത് 24,760 വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. സോ ഓവറോൾ സ്ട്രക്ചർ ഇപ്പോൾ ഇതിൻ്റെ അകത്താണ്, 333 കറക്ഷൻ്റെ അകത്താണ്. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ നമുക്ക് ബുള്ളിഷ് സൈഡിലേക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതുവരെ നമ്മൾ ഈ ഒരു സെൻറ്റിമെൻറ്റ് വെച്ചിട്ട് നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, കൗണ്ടിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി ടഫസ്റ്റ് ആയിരിക്കും. 50 minutes ടൈം ഫ്രെയിമിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഫീലിംഗ് ആണ് ഇപ്പോൾ. 11 നോക്കാം നമുക്ക്. നാളെ എങ്ങനെ 11 ആണ്. സോ മാക്സിമം 12 or 13 നമുക്ക് ഇതിനകത്ത് അത്രയ്ക്ക് മൂവ്സ് കിട്ടാറുള്ളൂ. 50 minutes ടൈം ഫ്രെയിമിൻ്റെ ആണ്, ശ്രദ്ധിക്കാം. ഓക്കെ, ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയാലും മാത്രമേ നമുക്ക് ഫോർത്ത് ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് ആവണം, ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ആവണം. അപ്പോഴാണ് 333 കറക്ഷൻ്റെ റൂൾസ് അറിയാലോ, കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ കാണുന്നു. ഫാസ്റ്റ് ബ്രേക്ക് ഔട്ടേ വരുള്ളൂ, താഴെ നിന്ന് തന്നെ ഒരു ഫാസ്റ്റ് പൊക്കുള്ളൂ. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ നിഫ്റ്റിയുടെ അനാലിസിസ്. അത്രേ ഉള്ളൂ. ഇനി ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി ഇത് തന്നെയാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ചേഞ്ചസ് എനിക്കൊന്നുമില്ല. ഓക്കെ, ഇന്ന് കൂടുതൽ എക്സ്പ്ലനേഷൻ എനിക്കൊന്നും തരാനില്ല. കാരണം വെച്ചാൽ മാർക്കറ്റ് സ്ട്രക്ചർ വീക്കാണ്. ബട്ട് യെസ്, വീക്കാണ് ബട്ട് കൺഫ്യൂസിങ് ആണ്. കാരണം വെച്ചാൽ 333 കറക്ഷൻസ് വരുമ്പോഴത്തേക്ക് മാർക്കറ്റ് അങ്ങനെ സൈഡ് വേസ് ആകും. അപ്പോൾ കൂടുതൽ നമുക്ക് മൂവ് കിട്ടത്തില്ല. ഓക്കെ, ഇതിൻ്റെ ഫുൾ ഐ തിങ്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട്സ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ. യെസ്, ഓക്കെ, 50% ഇതിൻ്റെ ഈ ഏരിയ ആണ് 50% വരുന്നത്. ഓക്കെ, ഫുള്ള് ഈ ലെക്കിൻ്റെ. ഓക്കെ, ഇത് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരുന്നു. 1, 2, 3 and 4th ഫോൾ. യെസ്, ഇപ്പോൾ ഓവറോൾ സ്ട്രക്ചറുടെ ഫോളാണ് ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ സപ്പോർട്ട് 50% ആൻഡ് അതുകൂടി ബ്രേക്ക് ചെയ്ത 68.0% ഇവിടെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ ഫർദർ അപ്സൈഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കാമല്ലോ. ഇനി സെൻസെക്സിലേക്ക് പോകാം നമുക്ക്. സെൻസെക്സ് നമ്മുടെ നിഫ്റ്റിയുടെ സ്ട്രക്ചർ പോലെ തന്നെയാണ് സെൻസെക്സിൽ. സോ ഓവറോൾ അത് ഇങ്ങനെ. ആൻഡ് യെസ്, ഇവിടെ നിന്ന് ഫുള്ള് നമ്മൾ ഇങ്ങനെ നമുക്ക് ഇത് ഒരു നമ്മൾ ഫുൾ ലെഗിൻ്റെ ഇട്ടൊക്കെയാണ് കേട്ടോ. ഫസ്റ്റ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ആൻഡ് ഞാൻ പുതിയൊരു ചാനൽ ഞാൻ പറഞ്ഞല്ലോ ബാക്കപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഇൻ ഫ്യൂച്ചർ അപ്കമിങ് ടൈമിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നമുക്ക് മറ്റു ചാനലുണ്ടാകും. അല്ലെങ്കിൽ പിന്നെ ചാനൽ അന്വേഷിച്ചെടുക്കും. അതുകൊണ്ടാണ് ചാനലിൻ്റെ പേര് മറക്കണ്ട. എല്ലാവരും കൂടി ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം, അങ്ങനെ കയറി എടുക്കുക. ഞാൻ റീൽസും ഷെയർ ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് എല്ലാവരും കൂടി അത് മറക്കാതെ എല്ലാവരും കൂടി ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സപ്പോർട്ട് 61.80% ആണ് ഇതിൻ്റെ. ഓക്കെ, ഓൾറെഡി ഇതൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബുള്ളിഷ്നെസ് എപ്പോഴാവുക? ബുള്ളിഷ്നെസ് ഓൾറെഡി 333 കറക്ഷൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ബുള്ളിഷ്നെസ്സിൻ്റെ ഫുൾ റൂൾസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക്
ആ ബുള്ളിഷ്നെസ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും യെസ് ഇതാണ് ബുള്ളിഷ്നെസ്. കാരണം വെച്ചാൽ അങ്ങനെയാണ് പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോകുള്ളൂ. ഇൻറ്റേർണൽ മൂവ്സ് റെഗുലർ വ്യൂവേഴ്സ് അവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. കാരണം വെച്ചാൽ അവരെപ്പോഴും കാണാറുണ്ട്, എപ്പോഴും കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ പവർ എല്ലാവരും കണ്ടിട്ടുണ്ട്. സോ 333 കറക്ഷൻ്റെ ഇങ്ങനെയാണ്. സോ ഫോർ ദ ലെവൽസ് ഇതൊക്കെയാണ് 333 കറക്ഷൻസ്. ബിയറിഷ് ഞാനിപ്പോൾ ഇല്ല, ലിമിറ്റഡ് ആണ്. ഞാൻ ലിമിറ്റഡ് ഡൗൺ സൈഡ് ഞാൻ കാണുന്നുള്ളൂ. വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം കൺസോളിഡേഷൻ പീരീഡാണ്. കൺസോളിഡേഷൻ പീരീഡ് അങ്ങനെ തന്നെ വരുള്ളൂ. ബുള്ളിഷ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എക്സാക്ട്ലി അപ്കമിങ് ടൈമിൽ നമുക്ക് ഞാൻ ഷെയർ ചെയ്യാം ബുള്ളിഷ്. സോ സെൻസെക്സിൽ ഇതാണ് സപ്പോർട്ട്. യെസ്, ഒന്നുകൂടി നമുക്ക് നോക്കാം. 61.80% ആണ് ഇത് ഫുൾ ലെഗിൻ്റെ സെൻസെക്സിൻ്റെ സപ്പോർട്ട് വരുന്നത്. യെസ്, അതുകൂടി ബ്രീച്ച് ചെയ്താൽ പിന്നെ 81.20% ആണ് വരുന്നത് സെൻസെക്സിൽ. ശ്രദ്ധിക്കുക സെൻസെക്സിൽ എല്ലാവരും കൂടി. ഓക്കെ, അത്രേ ഉള്ളൂ. ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ അവർ ഇവിടെ നിന്ന് തന്നെ ഇത് ഈ ചാനൽ ബ്രേക്ക് ഡൗൺ ചെയ്യത്തില്ല. ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ഗ്യാപ് ഡൗൺ സഡൻ പിന്നെ മുകളിലേക്ക് പോകും. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. ഇന്ന് എനിക്ക് കുറച്ചുകൂടി തിരക്കാം, അതാണ് ഞാൻ ഫാസ്റ്റ് അനലൈസ് ചെയ്യാറുണ്ട് കേട്ടോ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഡൗൺ സൈഡ് തന്നെയാണ്. 61.80% ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക്. ഓക്കെ, ബട്ട് യെസ് 50% ശരിക്കും ഇത് 50% വരാവുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ റൂൾ. 50% ബിലോ ഇപ്പോൾ 61.80% കിടക്കുന്നത്. നോക്കാം നമുക്ക് എന്തായാലും. ഫർദർ സപ്പോർട്ട്സൊക്കെ ഞാൻ ഓൾറെഡി ഇതിന് 61.60%, 750 ആണത്, ആൻഡ് 81.20%. എത്രയൊക്കെയാണ് ഇതിൻ്റെ ഓൾറെഡി ലെവൽസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ബുള്ളിഷ്നെസ് ഇതും അങ്ങനെ തന്നെ 333 കറക്ഷൻസ് ആണ്. ഐ തിങ്ക് മോസ്റ്റ്ലി ഇൻഡെക്സിൽ കറക്ഷൻസ് ആണ് നടക്കുന്നത്. സൈഡ് വേസ് ട്രാപ്പൊക്കെ എങ്ങനെ ഉണ്ടാവും. ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് ആകുമ്പോൾ അത് മാത്രമേ നമുക്ക് ബുള്ളിഷ് സൈഡിലേക്ക് ഇരിക്കാവുള്ളൂ. യെസ്, കറക്ഷൻസിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മസ്റ്റായിട്ട് കാണുന്ന എല്ലാവരും കൂടി. ലേണിംഗ് ആണ് മസ്റ്റ്. ലേൺ ചെയ്താലേ നമുക്ക് തന്നെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. യെസ്, ഇതാണ് അങ്ങനെ ഒരു കറക്ഷൻ, ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ഒക്കെ നമുക്ക് എക്സാക്ട്ലി നമുക്ക് എല്ലാ ചാർട്ടിലും നമുക്ക് പ്രോപ്പർലി അത് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു സോ മച്ച്.